ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഇന്ന് ലോക്സഭയിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബിൽ അവതരിപ്പിക്കും. ലോക്സഭയുടെ ഇന്നത്തെ നടപടികൾ ആരംഭിച്ചു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. मैं जानना चाहता हूं, सरकार ने वादा किया था कि किसान की आमदनी दोगुनी करेंगे, तो किसान की आमदनी दोगुनी हुई कि नहीं हुई, सरकार ये जवाब दे दे। और अगर नहीं हुई तो कब तक इसको पूरा करने का काम करेंगे, किसान की आय दूनी कब होगी, या दूसरा मानी बाद में पूछ लेंगे सप्लीमेंट्री में ना। माननीय अध्यक्ष महोदय, किसानों की आय के बारे में एनएसएस की एक रिपोर्ट, वही हम लोग प्रमाणिक मानते हैं। उसके अनुसार माननीय अध्यक्ष महोदय 2002-03 में ये आय थी 2115 रुपया महीना। ये बढ़कर 2018-19 में हो गई 10,218 रुपया महीना। और इसके बाद ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഇന്ന് ലോക്സഭയിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിക്കുക. ഗൗതം ചേരുന്നു. ഗൗതം, സഭാ നടപടികൾ എന്തൊക്കെയായിരിക്കും? 12 മണിക്കോ അതല്ലെങ്കിൽ 2 മണിക്കോ ആകും കേന്ദ്ര സർക്കാർ ഈ സുപ്രധാനമായ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുക. ഇപ്പോൾ ചോദ്യോത്തരവേള ആരംഭിച്ചിരിക്കുകയാണ്. 12 മണിക്ക് അതല്ലെങ്കിൽ ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ 2 ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഒന്ന് ഭരണഘടനാ ഭേദഗതി ചെയ്യേണ്ട ബില്ലുകളാണ്. 2034 ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തുവാൻ വേണ്ട നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഭരണഘടനാ ഭേദഗതി, ഭരണഘടനയുടെ അനുച്ഛേദം ആർട്ടിക്കിൾ 82 അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 83 ഉൾപ്പെടെ വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റി നിർദ്ദേശിക്കുന്ന ബില്ലാണ് ഒന്ന്. ഒപ്പം കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഡൽഹിയും പുതുച്ചേരിയും ഉൾപ്പെടെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ കൂടി ഈ ലോക്സഭയ്ക്കൊപ്പം നടത്തേണ്ടത് നിർദ്ദേശിക്കുന്ന ബില്ലാണ്. ഈ 2 ബില്ലുകളാണ് നിയമമന്ത്രി ഇന്നിപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 12-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേർന്ന് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അംഗീകാരം നൽകിയതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ ഈ നിർണായകമായ 2 ബില്ലുകൾ ലോക്സഭയിലേക്ക് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ ഇന്ന് ഈ ബില്ല് ടേബിൾ ചെയ്ത ശേഷം പിന്നീട് അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. കാരണം വലിയ എതിർപ്പുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഭരണഘടന ഭേദഗതി ചെയ്ത്, അതായത് ഭരണഘടനയുടെ ശക്തിയെ ഇല്ലാണ്ടാക്കുവാനും ഫെഡറൽ സംവിധാനത്തെ ചോദ്യം ചെയ്യാനുമുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. ഇത് RSSന്റെ അജണ്ടയാണ് എന്ന വിമർശനമാണ് ഇപ്പോൾ ജയറാം രമേശിനെ പോലുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ നടത്തുന്നത്. എന്നാൽ BJP ചൂണ്ടിക്കാണിക്കുന്നതാകട്ടെ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്നു വന്നതാണ്. ഈ രാജ്യത്ത് ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ 3ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നടന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം ഒരുമിച്ചായിരുന്നു. പിന്നീട് കോൺഗ്രസ് സർക്കാരുകൾ പല സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടത് മൂലമാണ് വൺ നേഷൻ വൺ പോൾ നടക്കാതിരുന്നത് എന്നതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ ബില്ലിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് സഭയിൽ നടക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. രോഹിണി. ശരി ഗൗതം. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഇന്ന് ലോക്സഭയിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിക്കുക. ലോക്സഭയുടെ ഇന്നത്തെ നടപടികൾ ആരംഭിച്ചു. ഗൗതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.